9 മാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ കാലുറപ്പിക്കാൻ പോവുകയാണ്. ലോകം വളരെ ആകാംക്ഷയോടെയും ജിജ്ഞാസയോടെയും കാത്തിരിക്കുന്ന നിമിഷം തന്നെയാണിത്. ചരിത്രം കുറിക്കുന്ന നിമിഷം കൂടിയാണിത്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിലാണ് ഇരുവരും ഭൂമിയിലേക്ക് വരുന്നത്. വെറും 8 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി പോയതായിരുന്നു ഇരുവരും. അവർ മാത്രമായിരുന്നില്ല സഞ്ചരിച്ചിരുന്നത്, 4 ആസ്ട്രോനട്സ് ആയിരുന്നു പോയിരുന്നത്. എന്നാൽ 8 ദിവസത്തെ ദൗത്യം കഴിഞ്ഞ് തിരികെ പോരാൻ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവർ സഞ്ചരിച്ചിരുന്ന സ്റ്റാർ ലൈനർ ക്യാപ്സ്യൂൾ തകരാറിലായത്. എന്നാൽ ഇനി മുന്നോട്ടുള്ള യാത്ര അപകടം നിറഞ്ഞതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നാസ എന്ത് ചെയ്തു? സുനിത വില്യംസിനോടും സംഘത്തിനോടും അവിടുത്തെ സുരക്ഷിതരായിട്ട് തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ബഹിരാകാശത്ത് താമസിക്കുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോയുടെയും സാഹസികമായിട്ടുള്ള ബഹിരാകാശ ജീവിതം നമ്മൾ കാണാറുണ്ടായിരുന്നു അല്ലെ. വളരെ വെല്ലുവിളി നേരിടുന്ന ജീവിതമാണ് ആ ഒരു 9 മാസം അവർ അവിടെ കഴിച്ചു കൂട്ടിയത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ഈ യാത്രയെ കുറിച്ചിട്ടും സുനിതയും സംഘവും തിരിച്ച് ഭൂമിയിൽ എത്തിയാൽ അവരുടെ ജീവിതം നോർമൽ രീതിയിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഞാൻ സ്വാതി. ഏവർക്കും ടോക്ക് സ്പേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ രാവിലെ 2:40 കൂടിയാകും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ പേടകം ഭൂമിയുടെ പ്രതലത്തിൽ എത്തിച്ചേരുക. വളരെ നിർണായകമായ നിമിഷമാണിത്. നാസയുടെ നിയന്ത്രണത്തിലാണ് ഈ ഒരു പേടകം ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്നും വളരെ സാവകാശത്തിലാകും ഭൂമി തൊടുക. അതായത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട നിമിഷങ്ങൾ തന്നെയാണത്. നമുക്കറിയാം, ഈ കൽപ്പന ചൗളയുടെയും സംഘത്തിന്റെയും അപകടം നമ്മെ ഇന്നും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ നാസയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന് തന്നെയാകും ഇതും. ഫ്ലോറിഡയ്ക്ക് സമീപമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലോ അല്ലെങ്കിൽ മെക്സിക്കൻ ഉൾക്കടലിലോ ആകും ഈ ഒരു പേടകം പതിക്കാൻ സാധ്യത. അവിടെ നിന്നും നാസ തന്നെയാണ് കരക്കെത്തിക്കുന്നതുമെല്ലാം. ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ പിന്നിലെ പ്രോസസ്സിംഗ് നമ്മൾ ചിന്തിക്കുന്നതിന് സാധിക്കുന്നതിനപ്പുറമൊക്കെയാണ്. വെറും ഒരു ഉല്ലാസ യാത്രയ്ക്കല്ല അവർ പോയത്, ജീവനും മരണവും നേരിട്ട് കാണുന്ന ഒരു യാത്ര തന്നെയാണത്. പേടകത്തിൽ അകത്തിരിക്കുന്നവർക്കും നമുക്കും നാസയ്ക്കും എല്ലാം ഒരു ശുഭാപ്തി വിശ്വാസത്തിന് പുറത്താണ് നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോളിലാണ് ഇപ്പോൾ നാസ ഇരിക്കുന്നത്. വളരെ നിർണായകമായ നിമിഷം തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർ ഭൂമിയിൽ കാലുകുത്തി കഴിഞ്ഞാലുള്ള അവരുടെ ഒരു ജീവിതം കുറെ കാലത്തേക്ക് നോർമൽ ആകുമോ എന്നുള്ളതും ഏവരുടെയും ഒരു ചോദ്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുനിത വില്യംസിന്റെ ഒക്കെ പ്രായം എന്ന് നോക്കുകയാണെങ്കിൽ 59 വയസ്സാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. ബഹിരാകാശത്ത് 9 മാസത്തോളം നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തെ പോലെയൊന്നും ആകില്ല. അവരുടെ വളരെ കഠിനമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണത്. ഗുരുത്വാകർഷണം കിട്ടാതെയുള്ള ജീവിതം നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. കാണുമ്പോൾ വളരെ രസകരമായി തോന്നുമെങ്കിലും വളരെ കഠിനമായ ഒരു ജീവിതം തന്നെയാണ്. അതും ഈ ഒരു 9 മാസത്തോളമുള്ള ഒരു കാലയളവ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവർക്ക് മുൻകൂട്ടി പ്രാക്ടീസുകളും മറ്റും ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നല്ല ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ശാരീരികമായും മാനസികമായും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ അവരെ സജ്ജമാക്കിയിട്ടാകും അവരെ സ്പേസിലേക്ക് പറഞ്ഞയക്കുന്നതും എല്ലാം. ഒരു നോർമൽ ജീവിതം അവിടെ സാധ്യമല്ല എന്ന് അറിഞ്ഞിട്ടും അവർ നോർമൽ ജീവിതം നയിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടി വന്ന് കാണും. സുനിതയുടെ പല ചിത്രങ്ങളും അതിന് ഉദാഹരണമാണ്. എന്നിട്ടും വളരെ ലാഘവത്തോടു കൂടി വളരെ സന്തോഷവതിയായിട്ടാണ് അവരെ എപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എത്രമാത്രം അവരെ അഭിനന്ദിച്ചാലും തീരില്ല അവരുടെ ഈ ഒരു ദൗത്യത്തിന് അല്ലെ. ഇപ്പൊ തിരിച്ചു വരുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ലാത്തൊരു യാത്ര തന്നെയാണ് അവർ പോയത്. ഇപ്പൊ സുരക്ഷിതമായിട്ട് അവർ ഭൂമിയിൽ കാല് കുത്തട്ടെ. പക്ഷെ അവർ ഭൂമിയിൽ കാല് കുത്തിയാലും അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് പഴയ പടിയായിട്ട് മാറാൻ ധാരാളം സമയം എടുക്കും. കൃത്യമായിട്ട് ഗ്രാവിറ്റിയിൽ ജീവിക്കുമ്പോൾ ആണ് നമ്മുടെ ശരീരത്തിൽ മസിലുകൾ ബലം ഉണ്ടാക്കുന്നതുമല്ല. എന്നാൽ ഗ്രാവിറ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. സീറോ ഗ്രാവിറ്റിയിലുള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ വളരെ വീക്കായി മാറും. ഇപ്പോ ഇവർ ഏകദേശം ഒരു 9 മാസത്തോളമായിട്ട് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മസിലുകളെല്ലാം വളരെ വീക്കാകും. പക്ഷേ അങ്ങനെ അവർ വീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ അവിടെ 2 മണിക്കൂർ ദിവസവും വ്യായാമം ചെയ്യുമായിരുന്നു. അതിനുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം മസ്കിനോട് പറഞ്ഞ ഒരു കാര്യമാണ് എത്രയും
എത്രയും പെട്ടെന്ന് അവരെ ഭൂമിയിൽ തിരിച്ചെത്തിക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്പേസ് എക്സിന് നൽകേണ്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു സ്റ്റാർ ലൈൻ തട്ടിയെടുത്തതായിരുന്നു. പെട്ടെന്ന് ആ ഒരു പ്രൊജക്റ്റ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പേടകം എന്ന് വേണമെങ്കിൽ പറയാം തകരാറിലാവുകയായിരുന്നു. പിന്നീട് വീണ്ടും ആ ഒരു പ്രൊജക്റ്റ് അവരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് എക്സിന് നൽകുകയൊക്കെ ചെയ്തു. ഇത് സ്റ്റാർ ലൈനും സ്പേസ് എക്സിനും ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാക്കുകയുണ്ടായി. എന്തായാലും മസ്കിന്റെ നേതൃത്വത്തിൽ അവർ ഭൂമിയിൽ കാലെടുത്ത് വെക്കുന്നതോടുകൂടി സ്പേസ് എക്സിന് ചരിത്ര നേട്ടം കുറിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇനി ഇവർ തിരിച്ചു വന്നാലും അവർക്കൊരു സുഗമമായി നടക്കുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് ഗ്രാവിറ്റി ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും അവർക്ക് നേരിടേണ്ടി വരും. അതിന് വളരെ സാധ്യത കൂടുതലാണ്. കുറച്ചു കാലം അവർക്ക് നടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരെ ഉണ്ടാകും. ഉറക്കത്തെ പോലും ബാധിക്കാം. ഒരുപാട് കൗൺസിലിംഗ് സെക്ഷനുകളിൽ വിധേയരാകേണ്ടി വരും. ഒരുപക്ഷെ അവരുടെ ഓർമ്മകളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. മാനസികമായിട്ടും പല വെല്ലുവിളികളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നേരിടാനുള്ള പ്രിപ്പറേഷൻ അവർ ചിലപ്പം എടുത്തതിന് ശേഷമാകും അവർ ഈ ഭൂമിയിലേക്ക് എത്തുന്നത് പോലും. എന്തായാലും അവർ സുരക്ഷിതമായിട്ട് ഭൂമിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള പ്രധാന വിഷയം. മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ആ യാത്രയുടെ അന്ത്യത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകം.